ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണേ മക്കളെ. ഇതാ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സെഷൻ തന്നെയായിരിക്കും. നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ്. സോ ഒട്ടും സമയം നമുക്ക് കളയാതെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക്, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ദാ ഇവിടെ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, നളിനീസ് മദർ വാണ്ട് ടു മേക്ക് മാംഗോ പിക്കിൾസ്. നളിനിയുടെ അമ്മയ്ക്ക് എന്ത് ആഗ്രഹമുണ്ട്? മാംഗോ പിക്കിൾസ് ഉണ്ടാക്കണം. ഷീ ആസ്ക്ഡ് നളിനി ടു കട്ട് ദ ടെൻഡർ മാംഗോ ഇൻടു 4 ആൻഡ് സ്മിയർ ഇറ്റ് വിത്ത് കോമൺ സാൾട്ട്. അപ്പൊ എന്താ നളിനിയോട് ആവശ്യപ്പെടുകയാണ്, മാങ്ങ എന്ത് ചെയ്യുക, പച്ച മാങ്ങ, റോ മാംഗോവിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഉപ്പിലിട്ട് വെക്കാൻ, അല്ലെ? കീപ് ഇറ്റ് ഫോർ സം ടൈം, കുറച്ച് സമയം എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഷീ ഡിഡ് സോ ആൻഡ് ഒബ്സർവ്ഡ് ദാറ്റ് ആഫ്റ്റർ സം ടൈം the mango pieces had started to lose water and they have shrunk in size. അപ്പൊ കുറച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് മാങ്ങ കഷ്ണങ്ങള്. കുറച്ച് കഴിഞ്ഞ് നളിനി ഇത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നളിനി എന്താ കണ്ടത്? നളിനി കണ്ടു ഈ മാങ്ങാ കഷ്ണത്തിനകത്ത് നിന്ന് വെള്ളം എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ മാങ്ങാ കഷ്ണങ്ങള് ഷ്രിങ്ക് ചെയ്യാണ്, ചുരുങ്ങി പോകുന്നതായിട്ട് നളിനി കണ്ടു. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഇത് കൃത്യമായിട്ട് വായിക്കാം. അപ്പൊ ചില സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കേസ് ബേസ്ഡ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ചില സമയത്ത് ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്തേണ്ട കീവേഡ്സ് അതിലുണ്ടാവും. മനസ്സിലായല്ലോ? ചിലപ്പോൾ വെറുതെ എന്തായിരിക്കും, അത് കഥ മാത്രമായിരിക്കും. ഈ ഒരു കേസിൽ കഥയുണ്ട് അതിൽ, പക്ഷെ അതിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇവിടെ കൃത്യമായിട്ടൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി വായിച്ച് അതെന്താണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കണം. പല പേരും തരും. ഇവിടെ നളിനി തന്നു, അതൊരു പേരാണ്, പക്ഷെ അതിലൊന്നും കാര്യമില്ല. പേര് ചിലപ്പോൾ നിങ്ങളെ പേരെല്ലാം തരും. നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഫിനോമിനൻ ഒബ്സർവ്ഡ് ബൈ ദി നളിനി. നളിനി ഒബ്സർവ് ചെയ്ത ഫിനോമിനൻ എന്താണ്? ഉപ്പുവെള്ളത്തിൽ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടു, മാങ്ങാ കഷ്ണത്തിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോയി. ഫിനോമിനൻ മറ്റൊന്നുമല്ല, വെള്ളത്തിന്റെ മൂവ്മെന്റ് ആണ് ഒബ്സർവ് ചെയ്തത്. സോ അതെന്തായിരിക്കും? അത് ഓസ്മോസിസ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് എഴുതാം. ഓസ്മോസിസ് ആണെന്ന് വളരെ എളുപ്പം എഴുതിക്കൂടെ? ഓസ്മോസിസ് ആണ്. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് ഓസ്മോസിസ്? എന്താണ് ഓസ്മോസിസ്? നമുക്കറിയാം, വാട്ടറിന്റെ മൂവ്മെന്റ് ആണ് ഓസ്മോസിസ്. ഫ്രം റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അതാണ് മക്കളെ വാട്ടറിന്റെ പ്രത്യേകത. വാട്ടർ അഥവാ നമ്മുടെ ജലം എപ്പോഴും കൂടിയ കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്ക് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ എക്രോസിലാണ് അത് സഞ്ചരിക്കുക. അതാണ് ഓസ്മോസിസ്. മനസ്സിലായല്ലോ? ആൻസർ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം എ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ആർ വേരിയസ് ഫാക്ടർ ദാറ്റ് അഫക്ട് റേറ്റ് ഓഫ് ഓസ്മോസിസ്? ഓസ്മോസിസിന്റെ നിരക്ക്, റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന വ്യത്യസ്ത തരം ഫാക്ടേഴ്സ് എന്തൊക്കെ? ഒന്ന് ഗ്രേഡിയന്റ് തന്നെയാണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അവിടെ മസ്റ്റാണ്, ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് കോൺസെൻട്രേഷൻ കൂടുതലും മറ്റൊരു സൈഡിൽ കോൺസെൻട്രേഷൻ കുറവും ഉണ്ടായിരിക്കണം. അതാണ് ആ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒരു ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വെള്ളത്തിന്റെ ഒഴുക്ക് സാധ്യമാവുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ പറയാം. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ഈ വാട്ടർ മോളിക്യൂളിന്റെ ആ ഒരു കൈനറ്റിക് എനർജി കൂടുന്നു. ഓസ്മോസിസിന്റെ ആ ഒരു റേറ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പ്രഷർ പറയാം. പ്രഷർ കൂടുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്നതിൽ ഈ മോളിക്യൂൾസിന് പെട്ടെന്ന് പോകാനുള്ള ടെൻഡൻസി, പിയേഴ്സ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കൂടും. പിന്നെ സർഫസ് ഏരിയ ഉണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സെമി പെർമിയബിൾ മെംബ്രെയിനിന്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ ഓസ്മോസിസ് കൂടും. സർഫസ് ഏരിയ ഒരു ഫാക്ടറാണ്, എക്സെട്ര. ഒരുപാട് ഫാക്ടേഴ്സ് വീണ്ടും വേണം നമുക്ക് പറയാം. സോ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അടുത്ത സ്ലൈഡിൽ ഞാനത് കാണിച്ചു തരാം. അടുത്തെന്താ പറയുന്നത്? വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസ്മോസിസ്? ഓസ്മോസിസ് ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. ഒരു സെല്ലിൽ നിന്ന് വെള്ളം പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ, ഓക്കെ, ഒരു സെല്ല്
ആ സെല്ലിൽ നിന്ന് വാട്ടർ ഔട്ട്സൈഡ് എൻവയറോൺമെന്റിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ എക്സോസ്മോസിസ് എന്ന് വിളിക്കണം. ഇനി ചില സമയത്ത് സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ എന്ത് ചെയ്യും, കടക്കും. സെല്ലിന്റെ ഉള്ളിൽ വാട്ടർ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഔട്ട്സൈഡ് എൻവയറോൺമെന്റ് നിന്ന് സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ വരും. ആ ഒരു കണ്ടീഷനെ നമ്മൾ എൻഡോസ്മോസിസ് എന്ന് വിളിക്കണം. എന്നിലേക്ക് വെള്ളം കയറുന്നു, വാട്ടർ സെല്ലിലേക്ക് വെള്ളം കയറുന്നു, എൻഡോസ്മോസിസ്. സോ എക്സോസ്മോസിസും ഉണ്ട്, എൻഡോസ്മോസിസ്. വാട്ടർ ലൂസിംഗ് ആണ്, ഒരു സെല്ലിൽ നിന്ന് വാട്ടർ ലൂസിംഗ് ആണെങ്കിൽ എക്സോസ്മോസിസ്, സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം ഗെയിൻ ചെയ്യുകയാണെങ്കിൽ എൻഡോസ്മോസിസ്. സംഭവിക്കുമ്പോൾ സെല്ല് എന്ത് ചെയ്യും, സ്വെല്ലാവും. എക്സോസ്മോസിസ് സംഭവിക്കുമ്പോൾ സെല്ല് ഷ്രിങ്ക് ആവും. ഈ ഒരു കേസിൽ എക്സോസ്മോസിസ് സംഭവിക്കുക, എക്സോസ്മോസിസ്. മനസ്സിലായല്ലോ, ഇറ്റ്സ് എക്സോസ്മോസിസ്. വേണമെങ്കിൽ ഇവിടെ ഓസ്മോസിസ് അല്ലെങ്കിൽ നമുക്ക് എക്സോസ്മോസിസ് എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. Ready? Hope it is clear. Very simple. Moving on to the answer. So first question answer exosmosis. Then second question, what is osmosis? Refer to movement of particle. യഥാർത്ഥത്തിൽ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞോളൂ, വാട്ടർ ആണ്, മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂളിന്റെ മൂവ്മെന്റ്സ് ആണ്. ഫ്രം ഹൈ ടു ലോ ആണ്, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. വാട്ടറിന്റെ കേസ് പറയുമ്പോൾ ഹയർ ടു ലോവർ, ഇനി സൊല്യൂട്ടിന്റെ കേസ് പറയുമ്പോൾ ലോവർ ടു ഹയർ എന്ന് പറയാം. അപ്പൊ ഇവിടെ വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. വാട്ടർ മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. സെമി പെർമിബിൾ മെംബ്രെയിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഹിയർ. അക്രോസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ, ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ അവിടെ വേണം എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിച്ച് വെക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫാക്ടേഴ്സ് ആയിരുന്നു. ഓസ്മോസിസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ടെമ്പറേച്ചർ പറഞ്ഞിരുന്നു. ഏരിയ ഓഫ് ഇന്ററാക്ഷൻ തന്നെയാണ് എന്ത്, സർഫസ് ഏരിയ ആണ് കേട്ടോ. സർഫസ് ഏരിയ ഓഫ് ദ സെമി പെർമിബിൾ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു, സർഫസ് ഏരിയ തന്നെയാണത്. പിന്നെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് പറഞ്ഞു, എക്സെട്ര. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസ്മോസിസ് അല്ലേ. യെസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസ്മോസിസ് നമ്മൾ പറഞ്ഞു, എൻഡോസ്മോസിസും എക്സോസ്മോസിസും. എൻഡോസ്മോസിസ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ വെള്ളം കയറണം അല്ലേ. സെല്ലിന്റെ ഉള്ളിൽ വെള്ളം കയറണമെങ്കിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ വെച്ചെങ്കിൽ മാത്രമേ സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറൂ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ സൊല്യൂട്ട് കുറവാണ്, സോൾവെന്റ് കൂടുതലാ. സെല്ലിന്റെ ഉള്ളിൽ സോൾവെന്റ് കുറവാണ്, സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാ. പുറത്തുള്ള വെള്ളം എന്ത് ചെയ്യും, ഉള്ളിലേക്ക് വരും, സെല്ല് സ്വെല്ലാവും. സോ അതാണ് എൻഡോസ്മോസിസ്. അപ്പൊ എൻഡോസ്മോസിസ് പറഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വരണം. അപ്പൊ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ വെച്ചാൽ മാത്രമേ സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വരുള്ളൂ. ഇനി എക്സോസ്മോസിസ് എന്ന് പറയുമ്പോൾ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്കാ പോവുക. അപ്പൊ അത് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ സെല്ല് വെച്ചാലേ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്കും. കാരണം ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ അതിന് പ്രത്യേകത സൊല്യൂട്ട് കൂടുതലാ, സോൾവെന്റ് കുറവാ. അപ്പൊ സോൾവെന്റ് കുറവുള്ള സൊല്യൂഷനിൽ സെല്ല് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിലാണ് വെള്ളം കൂടുതൽ, പുറത്ത് കുറവാ. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഓസ്മോസിസ് വഴി എന്ത് ചെയ്യും, പുറത്തേക്ക് വരുമ്പോൾ ഇത് ഷ്രിങ്ക് ആയി പോകും. സോ എക്സോസ്മോസിസ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വെക്കുമ്പോഴാണ് എക്സോസ്മോസിസ് സംഭവിക്കുക എന്നുള്ളത് ഒരു ധാരണ, ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ഈ രീതിയിൽ പലതരത്തിലും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വരാം. പതറാതെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ദ സെൽ തിയറി ദാറ്റ് ഓൾ ദി പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദാറ്റ് ദ സെൽ ഈസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് വാസ് പ്രസന്റഡ് ബൈ ടു ബയോളജിസ്റ്റ്, ജർമ്മൻ സുവോളജിസ്റ്റ് സ്ലീഡൻ ആൻഡ് ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ഷ്വാൻ. അവരുടെ വർഷങ്ങളും പറഞ്ഞിട്ടുണ്ട്, റെസ്പെക്റ്റീവ് ഇയേഴ്സ് 1838 and 1839. The cell theory was further expanded by Virchow 1855 by suggesting that all the cells arise from pre-existing cell. With the discovery of the electron microscope in 1940, it was possible to observe and understand the complex structure of cell and its various organs. ഈ പാരഗ്രാഫിൽ ഒരുപാട് ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. കൃത്യമായി ഈ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിയോഡർ ഷ്വാന്റെ നാഷണാലിറ്റി വാസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തിയോഡർ ഷ്വാൻ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തിയോഡർ ഷ്വാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ജർമ്മൻ സുവോളജിസ്റ്റ് ഷ്വാൻ, ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആണ് ഷ്വാൻ എന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ ആൻസർ എന്താ വരിക, ബ്രിട്ടീഷ് സുവോളജിസ്റ്റ്. ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് എന്നാണ് അവിടെ ആൻസർ വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സയന്റിസ്റ്റ് ഫോർമുലേറ്റഡ് സെൽ തിയറി. അപ്പൊ സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തത് ആരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, സെൽ തിയറിയുടെ ഫോർമുലേഷന്റെ പിന്നിൽ ഫസ്റ്റ് രണ്ടാൾക്കാരാണ്. നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന
ഷ്ലീഡണും ഷ്വാനുമാണ്. ഷ്ലീഡണും ഷ്വാനും തന്നെയാണ് സെൽ തിയറി എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് റൂഡോൾഫ് വെർച്ചോ ആണ് എന്ത് ചെയ്തത്, റൂഡോൾഫ് വെർച്ചോ അതൊന്ന് എന്ത് ചെയ്തു, ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. അതൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ആ സെൽ തിയറി എന്ത് ചെയ്തു, നമ്മൾ ഇന്ന് കാണുന്ന സെൽ തിയറി ആക്കി മാറ്റി. വിച്ച് സയന്റിസ്റ്റ് വാസ് ദ ഫസ്റ്റ് ടു എക്സ്പ്ലെയിൻ ന്യൂ സെൽ അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ? അത് റൂഡോൾഫ് വെർച്ചോ ആണ് അല്ലെ, റൂഡോൾഫ് വെർച്ചോ ആണ്. അത് മെയിൻ പോസ്റ്റുലേറ്റ് ഓഫ് സെൽ തിയറി വളരെ നിസ്സാരമാണ്. എല്ലാ ജീവജാലങ്ങളും എല്ലാ ഓർഗാനിസംസും സെല്ല് കൊണ്ട് നിർമ്മിതമാണ്. പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും എല്ലാവരും മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. പിന്നെ പറയേണ്ടത് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവജാലത്തിന്റെ സ്ട്രക്ചറൽ, ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. പിന്നെ പറയേണ്ടത് ഓൾ സെൽ അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓരോ സെല്ലും മുന്നേ ഉണ്ടായ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഫോം ചെയ്തതാണ്. അതല്ലാതെ ഒന്നുമില്ലായ്മയിൽ നിന്നൊരു സെല്ല് ഫോം ചെയ്യുന്നില്ല, നത്തിങ്ങിൽ നിന്നൊരു സെല്ല് ഫോം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇതൊക്കെയാണ് അവിടെ സെൽ തിയറിയുടെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. സോ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ഷ്ലീഡൻ ഷ്വാൻ ആണ് സെൽ തിയറി എന്ത് ചെയ്തിട്ടുള്ളത്, ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ്. പിന്നീട് അതിൽ റൂഡോൾഫ് വെർച്ചോ ആഡ് ചെയ്തു. അതാണ് ഓംനിസ് സെല്ലുല ഈ സെല്ലുല ഓൾ സെൽ അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറഞ്ഞത് റൂഡോൾഫ് വെർച്ചോ ആണ്. One or more cell make up every organism. Every organisms are made up of cell. The fundamental structural unit of the organism cell ആണ്. Existing cell give rise to new cell. അതായത് all cell arises from pre-existing cell. Omnis cellula is cellula. ഈ പോയിന്റുകളെല്ലാം അവിടെ ആൻസർ ആയിട്ട് വരും. Next question. Ammu is a 5-year-old girl who joined swimming classes. After the first class, she has worried when she saw her wrinkled fingers. She asked her elder sister about the wrinkling and shrinking of her fingers. Her sister explained Anu why it was so. So, swimming class il poya അമ്മുവിന്റെ കയ്യിൽ എന്ത് സംഭവിച്ചു? അമ്മുവിന്റെ കയ്യിൽ shrink. ഓക്കെ, അമ്മു ഇവിടെ അമ്മു ആണ് പേര് കൊടുത്തത്. അപ്പൊ അമ്മു തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ അമ്മുവിന്റെ കയ്യിൽ എന്തുണ്ട്? ചുളിവ് വന്നു. ഇതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? ഇതിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോയി. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സെയിം തിങ്, റിങ്കിൾ ബിക്കോസ് സ്കിൻ ലോസ്റ്റ് സം വാട്ടർ. മതി, ആൻസറായി. വാട്ട് കോസ്റ്റ് റിംഗ്ലിംഗ് ഓഫ് ഫിംഗേഴ്സ്? സി, ഫിംഗർ റിങ്കിൾ ആവാൻ, ചുളുങ്ങാൻ കാരണം എന്താ? അതാണ് നമ്മൾ പറഞ്ഞത്, ബിക്കോസ് ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ അല്ലേ? പൂളിലെ വാട്ടറും നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഡിഫറൻ്റ് ആണ്. പുറത്ത് വാട്ടർ കൂടുതൽ, ഉള്ളിൽ വാട്ടർ കുറഞ്ഞു പോയാൽ ഇവിടുന്ന് വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് പോവും. ഓസ്മോസിസ് കണ്ടോ? പിന്നെന്താ പറയുന്നത്? വാട്ട് വാല്യൂ ഓഫ് അമ്മു ഈസ് സീൻ ഇൻ എബോവ് കാസ്റ്റ്? അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടർ, അമ്മുവിന്റെ ക്യാരക്ടറുടെ പ്രത്യേകത എന്താ? അവര് ജിജ്ഞാസയുള്ള ഒരു കുട്ടിയാണ് അല്ലേ? കാര്യങ്ങളെല്ലാം അറിയണം, പഠിക്കണം എന്നുള്ളൊരു ധാരണയുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ചേച്ചിയുടെ അടുത്ത് ഓടിപ്പോയി ചേച്ചിയുടെ അടുത്ത് ചോദിച്ചത്. ചേച്ചി നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേച്ചിയാണ്. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇത് ഒരു ഓസ്മോസിസ് തന്നെയാണ് അല്ലേ? കയ്യിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോയി. അപ്പോൾ അമ്മുവിന്റെ എന്താണ് കാണിക്കുന്നത്? അമ്മു ഷോഡ് വാല്യൂ ഓഫ് അവെയർ സിറ്റിസൺ അല്ലെ? ബോധവാനായ ഒരു കുട്ടിയായിട്ടാണ് അവിടെ അമ്മുവിനെ ചിത്രീകരിച്ചത്. ആൻഡ് എ ഗുഡ് ലേണർ അല്ലെ? നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. ഹു ക്ലാരിഫൈസ് ദ ഡൗട്ട്. അപ്പൊ അമ്മുവിനെ പോലെ നിങ്ങൾ എല്ലാവരും ആവണം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അമ്മുവിനെ പോലെ എന്ത് ചെയ്യാ? ആവണം കേട്ടോ. നീന്താൻ പഠിക്കാൻ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. നീന്താൻ പഠിക്കാൻ പോകുന്ന ഇഷ്ടമില്ല, പോയിക്കോളൂ. പക്ഷേ ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം, അത് നിങ്ങൾക്ക് ഉണ്ടാവണം കുട്ടികളെ. അടുത്ത ചോദ്യം. എവരി സെൽ ഹാസ് എ മെംബ്രെയിൻ അറൌണ്ട് ഇറ്റ് ടു കീപ് ഇറ്റ്സ് ഓൺ കമ്പോണൻറ്റ്സ് ഓർ കണ്ടന്റ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. Large and complex cell, including cells from multicellular organism, need a lot of chemical activity to support their complicated structure and function. To keep these activities of different kinds separate from each other, these cells use membrane-bound little structure within themselves. The cytoplasm is a jelly-like fluid content inside the plasma membrane, which contain many specialized cell organelles. Each of these organelles perform a specific function for the cell. Some of these organelles are visible only with the help of an electron microscope. They are important because they carry out some very crucial functions in cell. Paragraph വായിച്ചു. ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. എ സൂട്ടബിൾ ടേം ഫോർ വേരിയസ് കമ്പണന്റ് ഓഫ് ദ സെൽ. നമുക്കറിയാം
സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസ് അല്ലേ? ഡെഫിനറ്റ്ലി സെൽ ഓർഗനൽസ് ആണ്. ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ഇൻ ദ സെൽ, സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം. വാട്ട് ഈസ് സെൽ ഓർഗനൽസ്? അപ്പൊ അതിന്റെ ആൻസർ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് പാരഗ്രാഫിൽ അല്ലേ? മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. മെംബ്രെയിൻ ബൗണ്ടഡ് ലിറ്റിൽ സ്ട്രക്ചേഴ്സ് found in the cytoplasm. Found in the cytoplasm. Specialized organelles present within the cells. These organelles involved carrying out essential function. That is what is called cell organelles. The next question. Enlist any 5 cell organelle. ഈ സെല്ലിൽ കാണുന്ന ഏതെങ്കിലും 5 cell organelles എഴുതി കൊടുത്താൽ മതി. മൈറ്റോകോൺട്രിയ, then ഗോൾഗി apparatus ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, വാക്യൂള്, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി apparatus, ലൈസോസോം, റൈബോസോം, ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്. ഓക്കെ, ഏത് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഒരു ചിത്രം തന്നിട്ടുണ്ടാവും. ഈ കേസിലെ അനിമൽ സെല്ലാണ്, അപ്പോൾ അവിടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയണ്ട. പക്ഷെ ജനറലി ഈ ചിത്രവും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽ ഓർഗനൽസിന്റെ പേരൊക്കെ എഴുതാം. റെഡി? ദ ഫൈനൽ ക്വസ്റ്റ്യൻ. 2 sailors got marooned on the island. അപ്പോൾ ഒരു 2 sailors ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. Both of them were very thirsty and one of the sailors tried to drink sea water. 2 ആൾക്കാരും നല്ല ദാഹത്തിലാണ്. ചുറ്റിലും എന്താണ്? കടലാണ്, ഐലൻഡ്. യു നോ ദാറ്റ് ഇറ്റ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ 3 sides അല്ലേ? സോ അതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റാത്ത വെള്ളം, ഉപ്പ് വെള്ളമാണ്. But one of the sailor tried to drink the sea water. The other sailor immediately stopped him. No, you should not drink that water. He stopped him from drinking the salty water of the sea and suggested to wait for some help. Stay calm and patient. So here is the question. What would happen if the sailor drinks salty water? So if he drinks salty water എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് കൂടുതലാ, സോൾവെന്റ് കുറവാ, വെള്ളം കുറവാ. നമ്മുടെ സെല്ലിനുള്ളത് വെള്ളമൊക്കെ അത് ഡ്രെയിൻ ചെയ്തെടുക്കും. ഡിഹൈഡ്രേഷൻ ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും. ദെൻ ഓസ്മോസിസ് സംഭവിക്കും. വാട്ട് ഈസ് ഓസ്മോസിസ്? ഞാൻ പറഞ്ഞു ഓസ്മോസിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് എ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സൊല്യൂട്ടിന്റെ ടേംസിലും പറയാട്ടോ. വാട്ട് വാല്യൂ ഓഫ് സെയിലർ ഈസ് റിഫ്ലക്റ്റഡ്? കൈൻഡ്നെസ്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സഹജീവി ബോധം അല്ലേ, അതൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. On drinking salty water, exosmosis in the intestine will cause dehydration, vomiting. The movement of water molecules semi-permeable across a semi-permeable membrane is called osmosis. Sailor showed value of being patient, composed, empathy and determination. See, ഈ ആൻസർ ഒക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ആൻഡ് ഇതോടുകൂടി കേസ് സ്റ്റഡി നമ്മൾ 5 കേസ് സ്റ്റഡി ഡിസ്കസ് ചെയ്തു. ഈ 5 കേസ് സ്റ്റഡി കൃത്യമായിട്ട് പഠിക്കുക. തുടർന്ന് വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് സാർ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ, സ്റ്റേ സേഫ്.